ഒരു ബാർ മാഗ്നറ്റിൻ്റെ ആക്സിയൽ ലൈനിൽ നമ്മളൊരു പോയിന്റ് എടുത്തു. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കമ്പയർ ചെയ്ത് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ ബാർ മാഗ്നറ്റ് തന്നെ എടുക്കുന്നു. അതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകുമെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിനെ എടുക്കുന്നു. ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഡൈപോളാണ്. മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകും, അതാണ് നമ്മുടെ ടോപ്പിക്ക്. നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ബാർ മാഗ്നറ്റ് അറ്റ് എൻ ഇക്വറ്റോറിയൽ ലൈൻ. അത് നമ്മൾ കമ്പയർ ചെയ്ത് കണ്ടെത്തുകയാണ്. അതിനുവേണ്ടി ഇലക്ട്രിക് ഡൈപോൾ എടുക്കുക. -q + q സെൻറ്റർ ഓഫ് ദി ഡൈപോൾ, ഹാഫ് ലെങ്ത് L, നെക്സ്റ്റ് ഹാഫ് ലെങ്ത് L ആണ്. ഈ -q + q എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ തമ്മിലുള്ള ടോട്ടൽ ലെങ്ത് 12 y എന്ന് പറയുന്നത് സെൻറ്റർ ആണെന്ന് പറഞ്ഞു. സെൻറ്ററിൽ കൂടി ആക്സിയൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ പോകുന്നുണ്ട്. അതാണ് ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈനിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മളെടുത്തു. ആ P എന്ന് പറയുന്ന പോയിന്റിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകുമെന്ന് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചതാണ്. ഇതായിരുന്നു ഇക്വേഷൻ. E ഇക്വറ്റോറിയൽ ഈക്വൽ ടു -1/4πε0 P/r³. അതിൽ ഈ ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ ലൈനിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകും. 1/4πε0 കോൺസ്റ്റൻ്റ് ആണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുമാണ്. ഇനി എന്തുകൊണ്ട് മൈനസ് വന്നു? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് മൈനസ് ചാർജിൽ നിന്ന് പ്ലസ് ചാർജിലേക്കാണ് ഡയറക്ഷൻ. പക്ഷേ നമുക്ക് ഇക്വറ്റോറിയൽ ലൈനിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഈ ഇക്വറ്റോറിയലും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ ഇക്വറ്റോറിയൽ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഈ ഇക്വറ്റോറിയലും പിയും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ് വരിക. അതുകൊണ്ടാണ് അവിടെ മൈനസ് ഇടാനായിട്ട് കാരണം. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷനിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഇലക്ട്രിക് ഡൈപോളിന് പകരം മാഗ്നറ്റിക് ഡൈപോൾ എടുക്കുന്നു. സൗത്ത് പോളുണ്ട്, നോർത്ത് പോളുണ്ട്. മൈനസ് ചാർജിന് പകരം ഞാൻ സൗത്ത് പോൾ എടുത്തിരിക്കുന്നു. പ്ലസ് ചാർജിന് പകരം ഞാൻ നോർത്ത് പോൾ എടുത്തിരിക്കുന്നു. സെൻറ്റർ രണ്ടിൻ്റെയും O തന്നെയാണ്. ഹാഫ് ലെങ്ത് L ആണ്. റെസ്റ്റ് ഹാഫ് ലെങ്ത് L തന്നെയാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് സൗത്ത് പോളും നോർത്ത് പോളും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 12 ആണ്. ഇനി O എന്ന് പറയുന്ന സെൻറ്ററിൽ കൂടി പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈനാണ് ഈ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈൻ. അതായത് OP ആണ് ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈനിൽ ഞാനൊരു പോയിന്റ് എടുത്തിട്ടുണ്ട് P. P എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. അതായത് B ഇക്വറ്റോറിയൽ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ B ഇക്വറ്റോറിയൽ ഈക്വൽ ടു ഈ ഇക്വറ്റോറിയലിന് പകരം B ഇക്വറ്റോറിയൽ ഈക്വൽ ടു 1/4πε0 പകരം μ0/4π. കമ്പാരിസൺ നമ്മൾ തൊട്ട് മുമ്പിലത്തെ ടോപ്പിക്കിൽ പറഞ്ഞതാണ്. Pക്ക് പകരം M കൊടുക്കുക, R³ കൊടുക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക. ഇവിടെയും മൈനസ് വരും. കാരണം മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. നമ്മുടെ ഈ ഡയറക്ഷനിലേക്കാണ്. പക്ഷേ ഇക്വറ്റോറിയൽ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് പകരം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടെത്താനായിട്ട് സാധിക്കും. B ഇക്വറ്റോറിയൽ ഈക്വൽ ടു -μ0/4π M/r³ ആണ്. അതായത് ഒരു ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് ഡൈപോൾ ആക്ട് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഇപ്പോൾ നമുക്കറിയാം. ഇക്വറ്റോറിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്കറിയാം. നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചതല്ല, നമ്മൾ കമ്പയർ ചെയ്ത് കണ്ടുപിടിച്ചതാണ്.